ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഇന്ന് വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ 15ാമത്തെ ദിവസം കേട്ടോ. 77.6 ഇന്നത്തെ എൻ്റെ വെയിറ്റ്. മുമ്പുള്ള വെയിറ്റ് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അത് 79.4 ഇപ്പോൾ 77.6. അപ്പോൾ വളരെ സന്തോഷം. എന്തായാലും എനിക്ക് 15 ദിവസം കൊണ്ട് ഇത്ര കുറയ്ക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് നിർത്താനൊന്നും പോകുന്നില്ല. വ്യായാമം എന്തായാലും വെയിറ്റ് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ഒക്കെ ഞാൻ എന്ത് ചെയ്യും, വ്യായാമം തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് കുറച്ച് സമയം ഞാൻ ചെയ്തിട്ടുള്ളൂ. മോന് രാവിലെ തന്നെ എക്സാം ആയതുകൊണ്ടേ പിന്നെ എനിക്ക് കുറേ നേരം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അവന് ക്ലാസ് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം നിർത്തി കേട്ടോ. അപ്പോൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കി. ഈ 15 ദിവസവും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഞാൻ എക്സസൈസ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരോടും പറയുന്ന പോലെ എല്ലാവരും ഇത് ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യ, ഒരു ദിനചര്യയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. അത് തടി കുറയാനോ അല്ലെങ്കിൽ ഒന്നും വേണ്ടിയിട്ടല്ല. നമ്മൾ ഭക്ഷണമായാലും എക്സസൈസ് ആയാലും നല്ല ഒരു കൃത്യനിഷ്ഠയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നല്ലതാണ്. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ നമുക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും പിന്നെ നല്ലൊരു മാനസികോല്ലാസത്തിനും എല്ലാത്തിനും എന്താണ് എക്സസൈസ് നല്ലതാണ്. അതുകൊണ്ട് തടിയുള്ളവർ മാത്രം എക്സസൈസ് ചെയ്യാന്നല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പം നമ്മൾ സന്ധികൾക്കൊക്കെ അയവ് കിട്ടും. നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ എന്താവും, നമുക്ക് എന്താ പറയുക, ഇരുമ്പൊക്കെ ഇങ്ങനെ അനക്കാതെ വെച്ച തുരുമ്പ് പിടിക്കുന്ന പോലെ നമ്മളെ ശരീരാവയവങ്ങളൊക്കെ എന്താവും, തുരുമ്പ് പിടിച്ചു പോകും, ഇങ്ങനെ ഇതായി പോകും, ഒരു കട്ടി വിടും. അപ്പോൾ എന്താണ്, നമ്മളെ എല്ലാ ജോയിൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സസൈസ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ്, നമുക്ക് നല്ല അയവ് കിട്ടും ചെയ്യും, നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സസൈസ്. അല്ലാണ്ട് തടി മെലിയാന്ന് മാത്രമല്ല ലക്ഷ്യം, എല്ലാത്തിനും എക്സസൈസ് നല്ലതാണ് കേട്ടോ. ആരോഗ്യത്തോടെ ഇരിക്കാൻ എപ്പോഴും എക്സസൈസ് ചെയ്യുക, നമ്മൾ ദിനചര്യൻ്റെ ഒരു ഭാഗമാക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ ഒരു 20 മിനിറ്റേ ചെയ്തുള്ളൂ കേട്ടോ. സാധാരണ 1 മണിക്കൂർ ചെയ്യുന്നതാണ്, ഞാൻ ഇന്ന് വെറും 20 മിനിറ്റാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇന്ന് 15ാമത്തെ ദിവസമാണല്ലോ വെച്ചിട്ട് ഒന്ന് കുറയ്ക്കുകയും ചെയ്തു. പിന്നെ വെയിറ്റ് കുറഞ്ഞ ഒരു സന്തോഷവും കൂടെ എനിക്ക് വന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ ഒന്നൊരു ഇതായത്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ദോശ, പിന്നെ ഈ ചെറുപയർ മുളപ്പിച്ചിട്ടും പിന്നെ ഉണ്ണിക്കാമ്പില്ലേ, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയില്ല, വാഴപ്പിണ്ടി, അതുകൊണ്ടുള്ള ഉപ്പേരിയായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ദോശയും ഇന്ന് അരിദോശ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് പിന്നെ ചോറും ഈ പറഞ്ഞ പോലെ വാഴപ്പിണ്ടീൻ്റെ ഉപ്പേരിയും, വാഴപ്പിണ്ടിയും ചെറുപയർ മുളപ്പിച്ചതും കൊണ്ടുള്ള ഉപ്പേരിയും പിന്നെ മമ്പയറും കായും കൂടെയുള്ള കൂട്ടാനൊക്കെയാണ് കേട്ടോ അന്ന് കൂട്ടിയത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എൻ്റെ ഭക്ഷണ രീതികൾ. ഇനിയും തുടർന്നും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പായസമൊക്കെ എന്തായാലും നമ്മൾ കഴിച്ചു പോവുമല്ലോ. അപ്പം എന്നാലും കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പായസം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് ചുരുക്കാം. എന്തായാലും ഓണമല്ലേ, ഓണം മാത്രമല്ല, മോൻ്റെ സ്കൂളിൽ ഓണാഘോഷമുണ്ട്, അതിന് പോകണം. പിന്നെ മോൻ പാട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഓണാഘോഷമുണ്ട്, അവിടെയും പോകണം. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ഈ ഒരു 10 ദിവസം എന്തായാലും എല്ലാ സ്ഥലത്തുനിന്നും എന്താവും, കുറച്ച് പായസമൊക്കെ എന്തായാലും കഴിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്കത് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പോകണം. വെയിറ്റ് കൂടാതെ എക്സസൈസ് ചെയ്യുക, ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കുക, പായസം കഴിക്കുമ്പോൾ ഭക്ഷണം കുറയ്ക്കുക എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ കഴിച്ച ഭക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് ആവർത്തിക്കണ്ടല്ലോ. പിന്നെ വൈകുന്നേരം ഞാൻ കഴിച്ചത് ഒരു റാഗിൻ്റെ ഒരു കഷ്ണം പുട്ടും പിന്നെ ഒരു റോബസ്റ്റ പഴമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇത്രയും ദിവസം എന്നെ കണ്ട എല്ലാവർക്കും നന്ദി. ഇടയിലൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുപ്പിച്ച് 2 ദിവസം ഞാൻ വന്നിട്ടില്ല. അതൊക്കെ എനിക്ക് മോൻ്റെ പരീക്ഷയായിട്ട് സംബന്ധിച്ചിട്ടാണ് വരാൻ പറ്റേണ്ടത്. അപ്പോൾ എന്നെ കണ്ട, എനിക്ക് സപ്പോർട്ട് തന്ന, എനിക്ക് കമൻറ്റ് തന്ന, ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഈ 15 ദിവസം ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ തുടർന്നും ഞാനിതിങ്ങനെ
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്